ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുണ്ട് ഫീലിങ്സ്. അതൊന്നും മനസ്സിലാക്കാതെ ഏത് നേരം ഒരു കാര്യം അറിഞ്ഞാ മതി. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ? ഇത് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കുട്ടി. ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ കിടക്കണോ അത് ഇറങ്ങി പോണോ? അവന്റെ സ്നേഹം കണ്ടോ നന്ദേട്ടാ? എന്തൊരു കെയറാണെന്നോ ഗാഥമോളെ. എനിക്കതിൽ അതിശയൊന്നുമില്ലടോ. സ്നേഹം കൊടുത്ത് ഓമനിച്ച് വളർത്തിയത് നീയല്ലേ. ഈ അമ്മ വളർത്തിയ മകൻ എങ്ങനെയാ സ്നേഹമില്ലാത്തവനാകുന്നേ? ഇന്ന് ഞാനും അമ്മയും നവീന്റെ മാറ്റത്തെക്കുറിച്ച് തന്നെ പറയായിരുന്നു. എത്രയോ തവണ നമ്മള് ഒരു കുടുംബം ഉണ്ടാക്കേണ്ടതിനെ കുറിച്ചും അതിൽ ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെ അവനോട് സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ അവനത് ചിരിച്ചു തട്ടിക്കളഞ്ഞു. പക്ഷേ വരേണ്ട ആള് വന്ന് കയറിയപ്പോ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മാറ്റം സംഭവിച്ചത് കണ്ടില്ലേ? പൂജയൊക്കെ നന്നായി നടക്കട്ടെ നന്ദേട്ടാ. നമ്മുടെ മോനെ എന്നും നമുക്ക് സന്തോഷത്തോടെ കാണാൻ പറ്റും. പട്ടുമെത്തയിൽ കിടന്ന കുട്ടിയാ. ഒന്നിനും ഒരു പരാതിയുമില്ലാതെ എല്ലാം അനുസരിക്കുക. അവൾക്കൊരു പരാതി ഉണ്ടാവില്ല. കാരണം അതൊരു വിശേഷപ്പെട്ട കുട്ടിയാ. മമ്മി ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല.
ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മമ്മി എന്താ അതിനൊരു കൃത്യമായിട്ട് ഉത്തരം പറയാത്തത്? മോൾ എന്താ ചോദിച്ചേ? കൃഷ്ണ പാമ്പ് കടിച്ചു മരിക്കൂ എന്ന് ഞാൻ ചോദിച്ചില്ലേ? എന്റെ അസുഖത്തിന്റെ കാര്യം ചോദിക്കാനാണോ അതോ ഇക്കാര്യം ചോദിക്കാനാണോ മോള് വന്നേ? അവള് മരിക്കുന്ന മമ്മിയുടെ നാവിന്ന് തന്നെ എനിക്ക് കേൾക്കണം. മമ്മി ഒന്ന് പറ. അവള് മരിക്കുന്ന മമ്മിയുടെ നാവിന്ന് കേൾക്കാതെ ഞാൻ പോവില്ല പോവില്ല പോവില്ല. അതൊന്നും നിർത്തുന്നുണ്ടോ? ഞാനെന്താ അവിടെ ചെന്ന് കൊല്ലണം അവളെ? എല്ലാത്തിനും ഒരു പരിധിയുണ്ടേ. സ്വസ്ഥമായിട്ട് ഒന്ന് കിടക്കാൻ കൂടെ സമ്മതിക്കില്ല നീനെ. ഞാനിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങി പോയേക്കാം. നിനക്ക് മാത്രമല്ല മറ്റുള്ളവർക്കുണ്ട് ഫീലിങ്സ്. അതൊന്നും മനസ്സിലാക്കാതെ ഏത് നേരം ഒരേ ഒരു കാര്യം അറിഞ്ഞാ മതി. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു തരുന്നില്ലേ? ഇത് കൂടുതൽ എന്നെ കൊണ്ടൊന്നും പറ്റില്ല കുട്ടി. ഞാൻ എന്താ വേണ്ടത്? ഞാൻ ഇവിടെ കിടക്കണോ അതോ ഇറങ്ങി പോണോ? ചോദിക്കുന്ന ചോദ്യത്തിന്റെ പാപം എന്താന്ന് നമുക്കറിയില്ല. അയ്യോ എന്താ എന്താ നിർമ്മലേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചാ? നിങ്ങളോട് സുഖിച്ചു കിടന്ന് ഉറങ്ങല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം നിർമ്മലേ? അതെ, ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയോ? നേരം വണ്ണം ഭക്ഷണം കഴിച്ചിട്ടില്ല. കിട്ടുന്നെന്താ പാലും പഴവും. ഞാനെന്താ തത്തമ്മയോ? ഞാനല്ലല്ലോ ഇതെല്ലാം തീരുമാനിക്കുന്നത്, നിന്റെ അമ്മയല്ലേ? പക്ഷെ നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കുന്നു തീരുമാനിക്കുമായിരുന്നു. അതെന്തിന്? നീ ചെയ്തിട്ടുള്ള തെറ്റിനുള്ള ശിക്ഷ നീ അനുഭവിക്കണം. ഞാനത് എഴുന്നു വാങ്ങേണ്ട കാര്യമുണ്ടോ? ഓ, ഇപ്പൊ അങ്ങനെയാണോ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, എനിക്ക് കിടക്കണം. നിനക്ക് വ്രതമല്ലേ? വ്രതം എടുക്കുമ്പോ നമ്മൾ ഒരുമിച്ച് കട്ടിൽ കിടക്കാൻ പാടില്ല. ആര് പറഞ്ഞു കട്ടിൽ ഒരുമിച്ച് കിടക്കണോന്ന്? നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇന്നു മുതൽ വരാന്ത ചെന്ന് കിടക്ക്. വരാന്തേല? പിന്നല്ലാണ്ട്. അപ്പോഴേ നിങ്ങക്ക് മനസ്സിലാവൂ ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താന്ന്. ചെല്ലു പോ, പുറത്തേക്ക് പോ. എന്റെ നിർമ്മല, നീ വേണമെങ്കിൽ ഈ കട്ടിലിൽ കിടന്നോ, അതിനെനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇവിടെ ഈ തറയിൽ ഇവിടെ എവിടെയെങ്കിലും കിടന്നോളാം. അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും നീ എന്നെ അടിച്ച് പുറത്താക്കിന്നു. അയ്യോ, അതിന്റെ പേരിലുള്ള നാണക്കേട് ഞാൻ അങ്ങ് സഹിച്ചോളാം. ചെല്ലാൻ നോക്ക്, പോ. നിർമ്മല, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. വേണ്ടാന്ന് പറഞ്ഞ വേണ്ട. ഇന്ന് കട്ടിലിൽ ഞാൻ കിടക്കും, നിങ്ങൾ വരാന്തേ കിടക്കും. പോവാൻ നടക്കില്ല.